ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് രാജാ രവിവർമ്മ. നവീന ശിലായുഗത്തിലാണ് എടക്കൽ ഗുഹാചിത്രങ്ങൾ വരക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം. ഇവിടെ കാണപ്പെട്ട ചിത്രങ്ങൾ ഇലകൾ കൊണ്ടു രൂപം കൊടുത്ത പോലെ മുടിയലങ്കാരങ്ങൾ, ആന, വേട്ടപ്പട്ടി, കുതിര, കാള, ആരക്കാലുള്ള ചക്രങ്ങൾ, ചക്രങ്ങളുള്ള വണ്ടി. സംസ്ഥാനത്തു വരച്ചതിൽ ഏറ്റവും വലിയ ചുവർച്ചിത്രം വർക്കല പെർഫോമിംഗ് ആർട്സ് സെന്ററിലാണ്. ചിത്രമെഴുത്ത് കോഴിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മ. ചിത്രകലയിൽ മികവ് പുലർത്തുന്നവർക്ക് കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, മാവേലിക്കര. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് KCS പണിക്കർ. ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ചതും KCS പണിക്കറാണ്. കാനായി കുഞ്ഞിരാമൻ്റെ പ്രശസ്ത ചിത്രങ്ങളാണ് മലമ്പുഴ ഗാർഡനിലെ യക്ഷി, ശംഖുമുഖം ബീച്ചിലെ ജലകന്യക. ചിത്രശില്പകലകളുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാർട്ടൂണിസ്റ്റ് ശങ്കർ. സോപാനസംഗീതത്തിലെ കുലപതി എന്നറിയപ്പെടുന്നത് ഞരളത്ത് രാമപൊതുവാളാണ്. സോപാനസംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഇടയ്ക്ക. കേരളത്തിൻ്റെ തനത് സംഗീതശൈലി സോപാനസംഗീതം. സോപാനസംഗീതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന രാഗമാണ് ഭൂപാളം.